വെണ്ടക്ക വഴുവഴുപ്പില്ലാതെ ഉപ്പേരിയാക്കിയെടുക്കാൻ നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒന്ന് എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ. വെണ്ടയ്ക്ക കറി, വെണ്ടയ്ക്ക വറവ്, ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയായിരിക്കും. വെണ്ടയ്ക്ക എല്ലാ പച്ചക്കറിയും പോലെയല്ലല്ലോ. അതിൻ്റെ വഴുവഴുപ്പൊന്ന് മാറിക്കിട്ടണമെങ്കിൽ കുറച്ച് സമയം നമ്മൾ മെനക്കെട്ടേ പറ്റൂ. അത് മുളക് കറിയായാലും തേങ്ങ അരച്ച കറിയായാലും വറവായാലും എന്തായാലും കുറച്ചതിനൊരു മെനക്കേടുണ്ട്. എന്നാൽ മെനക്കെട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റിൽ കഴിക്കാനും പറ്റും. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക വെച്ചൊരു വറവാണ്. ഇതിനായി വെണ്ടക്ക നല്ലവണ്ണം നമ്മൾ കുറേ സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല അരിപ്പയിലിട്ട് നല്ലവണ്ണം വീണ്ടും കഴുകി ഊറ്റാൻ വെക്കണേ. വെണ്ടക്ക ഞാൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? അതിൻ്റെ നടുവേ പിളർന്ന് വറുക്കാനെങ്കിൽ വളരെ ചെറുതായി അരിഞ്ഞെടുക്കും, കറി വെക്കാനെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞെടുക്കും. നടുവേ കീറി മുറിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ പുഴുവോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. വെണ്ടയ്ക്ക, വഴുതനങ്ങ ഇതിലെല്ലാം അധികം പുഴുക്കൾ കാണാൻ പറ്റും. അതുകൊണ്ട് ഇതെല്ലാം കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് കട്ട് ചെയ്യണം. നമ്മൾ കാണാണ്ട് കട്ട് ചെയ്തു പോയാൽ പിന്നെ കറിയിലെല്ലാം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയെല്ലാം ചെറുതായി കട്ട് ചെയ്ത് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് അതിൻ്റെ വഴുവഴുപ്പെല്ലാം ആദ്യം മാറ്റണമല്ലോ. അത് നന്നായി മാറിക്കിട്ടിയാൽ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടും. ഇങ്ങനെ നല്ലവണ്ണം മാറിക്കിട്ടിയാൽ മാത്രമേ പിന്നെ തേങ്ങയും ഉള്ളിയും ഒക്കെ ചേർത്ത് വീണ്ടും വറുക്കാൻ പറ്റൂ. വെണ്ടയ്ക്ക വറുക്കുന്നെങ്കിൽ ഇങ്ങനെ പൊടിയായി അരിഞ്ഞെടുക്കണം. എന്നാലേ നല്ല ടേസ്റ്റിൽ കിട്ടും. കാണാനും ഭംഗിയായിരിക്കും, കഴിക്കാനും രുചിയായിരിക്കും. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കുമല്ലേ ഉണ്ടാക്കാറ്? ഇങ്ങനെയാണെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ കുറച്ച് നല്ലവണ്ണം അത് ഇളക്കിയ ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് കുറച്ച് കൂടി അതിൻ്റെ വഴുവഴുക്കൽ മാറിക്കിട്ടണേ. കുറച്ച് ക്ഷമ വേണം ഇതുണ്ടാക്കണമെങ്കിൽ. നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ കുറച്ച് ക്ഷമയും അധ്വാനവും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റൂ. പിന്നെ അതിന് വേണ്ട ആവശ്യമായ ചെറിയ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി കുറച്ച് അധികം ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും വെണ്ടക്ക വറവിന്. ഉള്ളി വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടത് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് തേങ്ങയും മാത്രമാണ്. വേറൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ലേ. വെളുത്തുള്ളി ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉള്ളിയും തേങ്ങയും ഒക്കെ റെഡിയാകുമ്പോഴേക്കും നമ്മളെ വെണ്ടയ്ക്ക ഒന്നുകൂടി നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അങ്ങനെ നമ്മളെ വെണ്ടയ്ക്കൻ്റെ വഴുവഴുപ്പെല്ലാം മാറി കണ്ടോ. ഒട്ടും തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് തേങ്ങയും ചേർത്ത് പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു കളർ ചേഞ്ചിന് മാത്രമാണ്. വറവിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്നുകൂടി നമുക്ക് നല്ലവണ്ണം ഉപ്പേരിയാക്കി എടുക്കാം. അതിനായി നമ്മൾ ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് വെണ്ടയ്ക്കയും എല്ലാം കുഴച്ച് വെച്ച് മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി മൂടി വെച്ച് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കണേ. എന്തായാലും ഉള്ളിൻ്റെയും വെണ്ടയ്ക്കയുടെയും പച്ചമുളകിൻ്റെയും എല്ലാ ജലാംശം അതിലുണ്ടാവും. ഇതൊക്കെ എല്ലാം നല്ലവണ്ണം വറ്റിച്ചെടുക്കണം. എന്നാലേ നമ്മൾ വിചാരിച്ച പോലത്തെ ടേസ്റ്റിൽ ഈ വറവ് കിട്ടും. സാധാരണ ക്യാരറ്റും ബീട്രൂട്ടും ഉണ്ടാക്കുന്നത് പോലെയല്ല ഇത്. കുറച്ചൊരു മെനക്കെട്ട പണിയാണ്. എന്നാലും കഴിക്കാൻ നല്ല സൂപ്പറായിട്ട് ചോറിൻ്റെ കൂടെ വേറൊരു കറിയും നിങ്ങൾക്ക് വേണ്ടി വരില്ല ഇങ്ങനെ ആക്കി കഴിച്ചാൽ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ചെറിയ തീയിൽ വെച്ച് വറുത്തെടുത്താൽ മതി. കുറച്ച് സമയം കൂടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്ന് മൂടി വെച്ച് വേവിക്കുക. വീണ്ടും ഇളക്കി ഇതെങ്ങനെ മൂടി വെച്ച് വേവിക്കുക. എന്നാലേ ഇതിൻ്റെ മൊത്തത്തിലുള്ള ജലാംശമൊക്കെ പോയി നല്ല അടിപൊളി വറവായി കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. ഇനി ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇതാ കണ്ടോ, ഇപ്പോൾ കാണാൻ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ല കാണാൻ തന്നെ. ഇതുപോലെ വെണ്ടക്ക വറവ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോഴറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ്. ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ ചെറിയ ചിലവിൽ നല്ല അടിപൊളി ഉപ്പേരി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. വെണ്ടക്ക കഴിക്കാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിച്ചിരിക്കും. പിന്നെ ഈ വറവ് ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കിക്കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടോടെ തന്നെ നമുക്കൊരു ഹോട്ട് പോട്ടിൽ
വിളമ്പി വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ചൂടോടെ എടുത്ത് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം പോകുന്നു. ടാറ്റാ, ബൈ ബൈ.